തൃശൂർ ജില്ലയിലെ പടിയൂരിൽ അമ്മയെയും മകളെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തി കൊല്ലപ്പെട്ട രേഖയുടെ സഹോദരി സിന്ധു. പ്രതിയായ പ്രേംകുമാർ രേഖയെ നിരന്തരം ശാരീരിക ഉപദ്രവം ചെയ്തിരുന്നതായി സിന്ധു വെളിപ്പെടുത്തുന്നുണ്ട്. രേഖയുടെയും പ്രേംകുമാറിന്റെയും കല്യാണം കഴിഞ്ഞ ശേഷമാണ് വീട്ടിൽ അറിയിക്കുന്നതെന്നും സിന്ധു പറഞ്ഞു. എറണാകുളത്ത് വെച്ചാണ് രേഖ പ്രേംകുമാറിനെ പരിചയപ്പെടുന്നത്. ഇതിന് പിന്നാലെയാണ് ഇരുവരും തമ്മിൽ വിവാഹം കഴിച്ചത്. ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞ് പ്രേംകുമാർ രേഖയുടെ ഫോൺ എടുത്തു വെക്കും. സഹിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നതോടെ രേഖ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. പിന്നാലെ ജൂൺ 2-ന് പോലീസ് സ്റ്റേഷനിൽ രേഖയും പ്രേംകുമാറും പോയിരുന്നു. കൗൺസിലിംഗിന്റെ കാര്യം പോലീസ് നിർദ്ദേശിച്ചു. തുടർന്ന് ജൂൺ 2-ാം തീയതി വൈകുന്നേരം മുതൽ അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ലെന്നും സിന്ധു പറഞ്ഞു. അതേസമയം പ്രേംകുമാർ ഒരു കൊലക്കേസിലെ പ്രതിയാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും പോലീസ് പറഞ്ഞപ്പോഴാണ് അറിയുന്നതെന്നും സിന്ധു പറഞ്ഞു. മുൻ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പ്രേംകുമാർ. വിദ്യയെ കൊലപ്പെടുത്തി കാട്ടിൽ തള്ളിയ കേസിൽ ജയിൽവാസം അനുഭവിച്ച പ്രേംകുമാർ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു. ഇതിനിടെയാണ് നാടിനെ ഞെട്ടിച്ച് വീണ്ടും കൊലപാതകം നടത്തിയത്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രേംകുമാറിനായി ലുക്കൌട്ട് നോട്ടീസും ഇറക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ചയാണ് രേഖയെയും രേഖയുടെ മാതാവ് മണിയെയും പ്രേംകുമാർ കൊലപ്പെടുത്തിയത്. ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഇന്നലെ മൃതദേഹം കണ്ടെത്തിയത്. പുരുഷ സുഹൃത്തുക്കളുമായുള്ള ചിത്രങ്ങൾ വസ്ത്രത്തിൽ ഒട്ടിച്ച നിലയിലായിരുന്നു രേഖയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ച് കുറിപ്പും മൃതദേഹത്തിലുണ്ടായിരുന്നു. വാടക വീട്ടിലായിരുന്നു അമ്മയും മകളും താമസിച്ചിരുന്നത്. രേഖയുടെയും 2ാം വിവാഹമായിരുന്നു ഇത്.